ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടുപേർ കൂടുമ്പോൾ അവരുടെ വിശേഷങ്ങൾ കൈമാറുന്നതിനിടയിൽ ഒരാൾക്കറിയാവുന്നത് വിളിച്ചു കൂവുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല. കേട്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടോ എന്നുകൂടെ പറയുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ട് കൂട്ടുകാർ എന്തോ ആലോചിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. ആദ്യത്തെ ആൾ തൻ്റെ കയ്യിലിരിക്കുന്ന കപ്പിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് പറഞ്ഞു, ജീവിതം ഒരു ചായക്കോപ്പ പോലെയാണ്. രണ്ടാമൻ കുറേ നേരം ആലോചിച്ചിട്ട് ഒന്നും പിടികിട്ടാത്തതുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ജീവിതത്തെ ചായക്കോപ്പയോട് താരതമ്യപ്പെടുത്തിയത്? മറുപടി പെട്ടെന്നായിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും, ഞാനൊരു ബുദ്ധിജീവിയാണ്. ഉപമകളും ഉദാഹരണങ്ങളും കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കാനാകില്ല. ഓരോ ജീവിതവും വിശിഷ്ടമാണ്, വിഭിന്നമാണ്. ഒന്നിനെയും മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്താനോ തുല്യമാക്കാനോ കഴിയില്ല. ഓരോരുത്തരും അവരുടെ ജീവിതം തങ്ങളുടേതു മാത്രമായ അനുഭവങ്ങളിലൂടെയാണ് നെയ്തെടുക്കുന്നത്. ഒരാൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെയും വൈകാരിക ഭാവങ്ങളിലൂടെയും വേറൊരാളും സഞ്ചരിക്കുന്നില്ല. ദാർശനികതയെക്കാളും ബൗദ്ധികതയെക്കാളും ജീവിതത്തിന് ഉപകരിക്കുക പ്രായോഗികതയാണ്. എഴുതി തയ്യാറാക്കപ്പെട്ട തിരക്കഥകളിലൂടെ മാത്രം ജീവിതം എപ്പോഴും മുന്നോട്ട് പോയെന്ന് വരില്ല. ആകസ്മികതയും അനിവാര്യതയുമെല്ലാം ഒരുപോലെ കടന്ന് ആക്രമിക്കുമ്പോൾ മനോനില നിയന്ത്രിക്കുന്നത് തത്വചിന്തകളോ വേദവാക്യങ്ങളോ ആകില്ല, തത്സമയത്തെ സ്വതന്ത്ര ചിന്തകളാകും. അന്യരുടെ നിർദ്ദേശങ്ങളും നിർവചനങ്ങളും അനുസരിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവർ വിശദീകരിക്കാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഭയചകിതരാകും, സ്വയം നിയന്ത്രണം നഷ്ടപ്പെടും. ഓരോരുത്തരുടെയും തനത് ശൈലികളെയും സമീപനങ്ങളെയും ബഹുമാനിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. സ്വന്തം ബുദ്ധി അളക്കുന്നതിന് പറ്റിയ അവസരമല്ല അവരൻ്റെ സങ്കടങ്ങളും സാഹചര്യങ്ങളും. അനാവശ്യമായ ഉപദേശങ്ങളെക്കാൾ നല്ലത് അർത്ഥഗർഭമായ നിശബ്ദതയാകും.